ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വോയിസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഡെഡ് ലോക്കിനെ കുറിച്ചാണ്. വാട്ട് ഈസ് എ ഡെഡ് ലോക്ക്? Dead lock is a situation where a set of processes are blocked because each process is holding a resource and waiting for another resource acquired by some other process. അതായത് നമുക്കൊരു പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിന് കുറച്ച് റിസോഴ്സസും ഉണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് വേറൊരു പ്രോസസ്സിലെ കുറച്ച് റിസോഴ്സും കൂടെ ആവശ്യമാണ്. പക്ഷേ അത് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് വേറൊരു പ്രോസസ്സിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകുന്നത്. അതിനൊരു എക്സാമ്പിളാണ് താഴത്ത് കൊടുത്തിരിക്കുന്നത്, ദ ബ്രിഡ്ജ് അനലോഗി. Two cars meet on a single lane bridge from opposite directions. Neither can move forward and neither can go back up. They are stuck forever. അതായത് ഒരു ബ്രിഡ്ജിൽ രണ്ട് വശത്തുനിന്ന് രണ്ട് വണ്ടി വന്നിട്ട് ഒരു വണ്ടിക്ക് പുറകോട്ടും പോകാൻ പറ്റില്ല, മറ്റേ വണ്ടിക്ക് മുമ്പോട്ടും പോകാൻ പറ്റില്ല എന്നാണെങ്കിൽ അതവിടെ സ്റ്റക്ക് ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രോസസ്സിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Process 1 holds resource A and needs resource B. Process 2 holds resource B and needs resource A. അങ്ങനെ വരുമ്പോൾ അതവിടെ സ്റ്റക്കായി. Then the 4 necessary conditions. ഡെഡ് ലോക്ക് നടക്കണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന 4 മെയിൻ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ കോഫ്മാൻ കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഡെഡ് ലോക്ക് ഒക്കറിയുള്ളൂ. ഒന്നാമത്തത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കസേര ഉണ്ടെന്ന് വിചാരിക്കുക. ആ കസേരയിൽ ഒരേ സമയത്ത് ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺ റിസോഴ്സ് മസ്റ്റ് ബി ഹെൽഡ് ഇൻ എ നോൺ ഷെയറബിൾ മൂഡ്. അതായത് നോൺ ഷെയറബിളാണ്. ഇപ്പം ഡെഡ് ലോക്കിൻ്റെ ഈ റിസോഴ്സസ് ഷെയറബിൾ ആയിരുന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഡെഡ് ലോക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. ഇനി ഹോൾഡ് ആൻഡ് വെയിറ്റ്. അതിൻ്റെ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു റിമോട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ബാറ്ററി ഇല്ല. ബാറ്ററി ഉള്ള ആൾ ഇപ്പുറത്തുണ്ട്, പക്ഷേ അയാൾ എനിക്ക് ബാറ്ററി തരാതെ ഞാൻ റിമോട്ടും കൊടുക്കില്ല. അയാൾ എൻ്റെ കയ്യിൽ നിന്ന് റിമോട്ട് മേടിക്കാതെ ബാറ്ററി തരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ബാക്കി സാധനത്തിന് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എ പ്രോസസ് ഈസ് കറൻ്റ്ലി ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് വൺ റിസോഴ്സ് ആൻഡ് റിക്വസ്റ്റിംഗ് അഡീഷണൽ റിസോഴ്സസ് ഹെൽഡ് ബൈ അതർ പ്രോസസ്സസ്. കയ്യിൽ ഓൾറെഡി ഒരു പ്രോസസ്സ് ഉണ്ട്, പക്ഷേ ബാക്കി റിസോഴ്സസ് ഉള്ള പ്രോസസ്സിനെ ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നോ പ്രിയംഷൻ. അതായത് നമുക്ക് തട്ടിയെടുക്കാനൊന്നും പറ്റത്തില്ല. അയാൾ വില്ലിംഗ്ലി തന്നാൽ മാത്രമേ നമുക്ക് ആ സംഭവം എടുക്കാൻ പറ്റുള്ളൂ. റിസോഴ്സ് ക്യാനോട്ട് ബി ഫോഴ്സിബിളി ടേക്കൺ ഫ്രം എ പ്രോസസ്. ദേ മസ്റ്റ് ബി റിലീസ്ഡ് വോളണ്ടറിലി. സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതാണ് P0, P1 up to Pn exists such that P0 waits for P1 and P1 waits for P2 and Pn waits for P0. അതായത് ഇതൊരു ലൂപ്പ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എ എന്ന് പറയുന്നൊരു റിസോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്തുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ബി. ഇനി ബി എന്ന് പറയുന്ന റിസോഴ്സ് ഉണ്ടെങ്കിൽ അത് സി എന്നുള്ള റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെ അതൊരു ലൂപ്പ് പോലെ ഒരു സർക്കുലർ രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. അതിനാണ് നമ്മൾ സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. Deadlock prevention. Prevention works by ensuring that at least one of the 4 conditions can never hold. ഈ 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡ് ലോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാം. ഒന്നാമത്തേത് റിമൂവ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ജനറലി ഇമ്പോസിബിൾ ഫോർ റിസോഴ്സസ് ലൈക്ക് പ്രിൻ്റർ. ഇപ്പോൾ പ്രിൻ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പൂളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, ഒരു പ്രിൻ്റ് ക്യൂവിലാണ് നടക്കുന്നത്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഷെയറബിൾ റിസോഴ്സസിന് അതിൻ്റെ ആവശ്യമില്ല മ്യൂച്വൽ എക്സ്ക്ലൂഷൻ്റെ. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൻ്റെ റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഹോൾഡ് ആൻഡ് വെയിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾ ഓർ നത്തിങ് റൂളാണ്. അതായത് എ പ്രോസസ് മസ്റ്റ് റിക്വസ്റ്റ് ഓൾ ദ റിസോഴ്സസ് ഇറ്റ് നീഡ്സ് അറ്റ് ദ വെരി സ്റ്റാർട്ട്. ഇറ്റ് ക്യാൻ ഗെറ്റ് ഓൾ ഓഫ് ദം, ഇറ്റ് ഗെറ്റ്സ് നൺ. അതായത് നമുക്ക് വേണ്ട എല്ലാ പ്രോസസ്സിനെയും നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒന്നെങ്കിൽ എല്ലാം കിട്ടും, ഇല്ലെങ്കിൽ ഒരു പ്രോസസ്സും കിട്ടത്തില്ല. അലോ പ്രിയംഷൻ. അതായത് പ്രിയംഷനെ ബ്രേക്ക് ചെയ്യുക. നോ പ്രിയംഷനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. ഇഫ് എ പ്രോസസ് ആസ്ക് ഫോർ എ റിസോഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്, ഇറ്റ് മസ്റ്റ് ഡ്രോപ്പ് എവറിത്തിങ് ഇറ്റ്സ് കറൻ്റ്ലി ഹോൾഡിംഗ് ആൻഡ് ട്രൈ അഗെയിൻ ലേറ്റർ. നമ്മുടെ പ്രോസസ്സ് ഒരു റിസോഴ്സ് ചോദിക്കുകയാണ്, അതിന് ഒരിക്കലും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ള എല്ലാ പ്രോസസ്സിനെയും, കറൻ്റ്ലി ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോസസ്സിനെയും ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്യേണ്ടി വരും. Break circular weight. Impose a total ordering of all resource types and require that
each process requests resources in an increasing order of enumeration. അതായത് നമ്മളിപ്പോൾ ഉള്ള എല്ലാ റിസോഴ്സസിനും ഓരോ നമ്പർ കൊടുക്കുക. ഞാനിപ്പോൾ 1 2 3 അങ്ങനെ ഇപ്പം ഒരു ടേപ്പ് ഡ്രൈവർ ഉണ്ട്, അത് ഞാൻ നമ്പർ 1 കൊടുത്തു, പ്രിൻ്ററിന് ഞാൻ നമ്പർ 2 കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റിസോഴ്സസിനെ ഇൻക്രീസിങ് ഓർഡറിൽ വേണം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഓൾറെഡി 2ലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പോയി 1ന് റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. 1 2 3 അങ്ങനെ ഇൻക്രീസിങ് ഓർഡറിൽ വേണം റിക്വസ്റ്റ് ചെയ്യാൻ. Fourth one, deadlock avoidance. The OS decides dynamically whether a resource request will lead to an unsafe state. അതിൻ്റെ എക്സാമ്പിളാണ് ബാങ്കേഴ്സ് അൽഗോരിതം. ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ബാങ്ക് മാനേജർ ഉണ്ടെന്ന് വിചാരിക്കുക. ബാങ്ക് മാനേജറാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പൈസ തരുന്നത്. അൺലെസ് ദേ ആർ ഷുവർ ദാറ്റ് ഈവൻ ഇഫ് എവറി വൺ ആസ്ക് ഫോർ ദ മാക്സിമം ലിമിറ്റ്, അറ്റ്ലീസ്റ്റ് 1 person ക്യാൻ ഫിനിഷ് ദർ ബിസിനസ് ആൻഡ് റിട്ടേൺ ദ മണി. അതിപ്പോൾ ഞാനൊരാൾക്കൊരു പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പൈസ കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ബാക്കി വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മണി എൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നതിനാണ് സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദർ ഇസ് എ സീക്വൻസ് ഓഫ് അലോക്കേഷൻ ദാറ്റ് അലോസ് ഓൾ പ്രോസസ് ടു ഫിനിഷ്. വരുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ കാണണം. അതാണ് ഈ ഓൾ പ്രോസസ്സ് കൊണ്ട് സേഫ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺസേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ സച്ച് സീക്വൻസ് എക്സിസ്റ്റ്. അപ്പോൾ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാം. അതായത് ഇപ്പം ഒരാൾക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയും കൊടുത്തു, അപ്പോൾ വേറൊരാൾ വന്നു കഴിയുമ്പോൾ എനിക്ക് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഡെഡ് ലോക്ക് സംഭവിക്കും. Last one, detection and recovery. If prevention and avoidance are too resource heavy, the system can allow deadlock to occur. ഇനി പ്രിവെൻഷനും അവോയ്ഡൻസും ഒരു സിസ്റ്റത്തെ ഹെവി ആക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഡെഡ് ലോക്ക് ഒക്കെ അറിയട്ടെ, എന്നിട്ട് സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ എ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ഉണ്ടായിരിക്കും. അതെപ്പോഴും കണ്ടിന്യൂസ്ലി ഇങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ലൂപ്പ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. Periodically run an algorithm to check for cycles in the graph. Recovery. Process termination. Kill a deadlocked process or kill one at a time until the cycle is broken. ഒന്നെങ്കിൽ ആ ഡെഡ്ലോക്ക് പ്രോസസ്സിന് മൊത്തത്തോടെ കില്ല് ചെയ്യും, അല്ലെങ്കിൽ ഓരോന്നായിട്ട് കില്ല് ചെയ്യും. ഒരു സൈക്കിൾ ബ്രേക്ക് ആവുന്നവരെ കില്ല് ചെയ്യും. അതിനാണ് പ്രോസസ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഇനി റിസോഴ്സ് പ്രിയംഷൻ. സക്സസീവ്ലി പ്രിയംപ്റ്റ് റിസോഴ്സസ് ഫ്രം പ്രോസസ് ആൻഡ് ഗീവ് ദം ടു അതേഴ്സ് അണ്ടിൽ ദ ഡെഡ്ലോക്ക് ഈസ് റിസോൾവ്. അതായത് ഒരു റിസോഴ്സസിനെ ടേക്ക് അവേ ചെയ്യുകയാണ്. ഒരു റിസോഴ്സ് ഒരു പ്രോസസ്സിൽ നിന്ന് ടേക്ക് അവേ ചെയ്തിട്ട് വേറെ പ്രോസസ്സിന് കൊടുക്കും. അതെന്ത് ചെയ്യാനാണ്? ഡെഡ് ലോക്കിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഡെഡ് ലോക്ക് എന്ന ടോപ്പിക്. ഇനി ഇതിന് ഡൈനാമിക് ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് പ്രോബ്ലംസും കൂടെ വരുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം.